അപ്പോ നമ്മളിപ്പോ ഉള്ളത് എക്കോ പോയിന്റിലാണ് കേട്ടോ. വരുന്നുണ്ട്. നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാം എത്തിയിട്ടുണ്ട്. ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നടിയിലൊക്കെ പഴുത്തുണ്ടായി കിടക്കണുണ്ട്. ഇവിടെ ഫുള്ള് ക്യാബേജ് ആട്ടോ. കുഴപ്പമില്ല. ഒരു ഓർഡർ ഉണ്ടല്ലോ, അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. വിശക്കണെന്ന് പറഞ്ഞ വിശക്കണ്. വായല വെള്ളം വരെ വറ്റി. ഒട്ടവഞ്ചിയില് പോവാന്നാ നിക്കുന്ന അവസ്ഥ കാട്ടിലേക്ക് പോയാലിപ്പോ ഇനി മുളി കയറണോ? മേത്താവല്ലേ ഒരുത്തിന്റെ കയറി നോക്കി. അപ്പതാ സൂര്യകാന്തി, ഫ്രഷ് ഗ്രീൻ പീസ് കറി വെക്കാൻ നല്ലതാ. സ്ട്രോബറിന്റെ വൈനുണ്ട്. ഫിനിഷ്. സ്ട്രോബറിയുടെ ഇവിടെ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. കോടയ്ക്ക് ഇറങ്ങി നിൽക്കുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുള്ളത് മൂന്നാർ വട്ടവടയിലാണ് കേട്ടോ. ഏകദേശം 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മളിന്ന് മൂന്നാർ വന്നിരിക്കുന്നത്. അതിന്റെ കാരണം പറയിച്ചായ, അതായത് കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങി നിൽച്ചത് ഏറ്റവും വലിയൊരു ആഗ്രഹം മൂന്നാർ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ഇച്ചാന പറഞ്ഞേ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ നിന്നെ ഞാൻ മൂന്നാർ കൊണ്ടുപോവാ, അതും ഞാൻ സ്വന്തമായി എടുത്ത വണ്ടിയിൽ. സ്വന്തമായി ബുള്ളറ്റ് എടുത്തിട്ട് ആ വണ്ടിയിൽ പോവാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു വാക്ക് ഇച്ചാന്താ 10 വർഷം എത്തിയപ്പോ പാലിച്ചിരിക്കുകയാണ്. ഈ 10 വർഷം കറക്റ്റായിട്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയുകയാണെങ്കിൽ, ജാനുവരി 26 ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങൾ 10th വെഡിങ് ആനിവേഴ്സറി മൂന്നാർ വട്ടവടയിലാണ് ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങള് റൂം എടുത്തേക്കണം എന്ന് പറഞ്ഞാൽ വട്ടവടയിൽ ടോപ്പിലാണ്, ഏറ്റവും ടോപ്പിലാണ്. നമ്മുടെ നോക്കിയാൽ തന്നെ കാണാം. അതെ, നമ്മളെ ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം വട്ടവട ഫുള്ള്, ഗ്രാമം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും, കവർ ചെയ്ത്. അപ്പൊ ഞങ്ങളുടെ അടുത്താണ് റൂം. ഇതല്ല, ഞങ്ങളുടെ റൂം അടിയിലാണ്, അവിടെ എടുത്തേക്കണത്. കാണിച്ചു തരാം. റൂമിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ അവിടെ നിന്ന് വന്ന തുടങ്ങിയുള്ള വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം. വെളുപ്പിനെ 5:30 കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം നമ്മളോട് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് ഒരു 2 മണിയാകുമ്പോഴേക്കും എത്തിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഒപ്പിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ വരുന്ന വഴിയിൽ ഇതുപോലെ ബുള്ളറ്റിനും വേറെ വണ്ടികൾക്കൊക്കെ ആയിട്ട് ഒരു ടീം അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോണത് കാണാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നടത്തുന്ന യാത്ര ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്വപ്നയാത്രയാണ്. ഈ ഒരു യാത്ര നടത്താൻ 10 വർഷം എടുത്തു എന്നുള്ളതാണ് സത്യം. ചിലരെങ്കിലും പറയാറുണ്ട് പ്ലാൻ ചെയ്ത ഒന്നും നടക്കില്ല എന്ന്. ഞങ്ങളുടെ കാര്യത്തിൽ അത് വളരെ സത്യമാണ്. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും തന്നെ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് ഇപ്പം നടക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചില പെൺകുട്ടികൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കല്യാണത്തിന് മുമ്പ് ചില വീടുകളിൽ ചില പെൺകുട്ടികളോട് നമ്മുടെ സിറ്റുവേഷൻ അതായിരിക്കും എങ്കിലും പറയും, ടൂർ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ടൂറ് പോകാനോ? നീ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കെട്ടിയൻ്റെ കൂടെ എവിടെ വേണേ നീ ടൂർ പോക്കോ? അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ സീനും അതായിരുന്നു. എന്നാൽ പാരൻസ് പറയുന്ന ആ ഒരു കാര്യം എല്ലാവരുടെ കാര്യത്തിലും പോസിബിൾ ആവാറില്ല. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് റെഡിയായി, ദൈവത്തിന് നന്ദി. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ യാത്ര പോകണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇച്ചാൻ അങ്ങനെ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോൾ മാത്രം സ്വപ്നം കണ്ടൊരു യാത്രയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ സ്വപ്നയാത്ര എന്ന് പറഞ്ഞത്. എൻ്റെ ആഗ്രഹങ്ങളെന്നും ഒരു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇച്ചാൻ്റെ കൂടെ കൂടിയ പിന്നെയാണ് ആഗ്രഹങ്ങളല്ല, ഇച്ചാനാണ് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും കൂടെ കൂട്ടിയതും. എൻ്റെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചതെല്ലാം ഇച്ചാൻ തന്നെയാണ്. യാത്രകൾ എന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ടതാണ് കേട്ടോ. അതും 2 വീലറിന് പോകുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. 2 വീലറിന് പോകുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ ആസ്വദിച്ചും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും അങ്ങ് പോവാലോ.
പിന്നെ 4 വീലറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കിട്ടും. ഞങ്ങൾ നടത്തിയിട്ടുള്ള യാത്രകൾ അധികവും ഇതുപോലെ 2 വീലറിനാണ് കേട്ടോ പോയേക്കുന്നത്. മോനെ കൊണ്ടാവാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മോനെയും കൂടി കൂട്ടാറുണ്ട്. അവനും അത് തന്നെയാണ് ഇഷ്ടം. യാത്ര പോകുന്ന കാര്യം പറയുമ്പോൾ തന്നെ മോൻ ഇങ്ങോട്ട് ചോദിക്കും, അധികം ദൂരം പോകണം അമ്മ. ദൂരം പോകുന്ന യാത്രകളാണ് അവന് ഏറ്റവും പ്രിയപ്പെട്ട യാത്ര. ഞങ്ങളങ്ങനെ അത്ര വലിയ യാത്രകളൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ നടത്തിയ യാത്രകളൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതുമാണ്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നടത്തുന്ന ഈ ഒരു യാത്രയും സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ വഴിയിൽ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മൾ പകർത്തിയെടുക്കുന്നതാണ്. പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മധുരമുള്ള ഒരു ഓർമ്മയായിട്ടിരിക്കട്ടെ. ഇതുവരെ ഒരു യാത്ര പോലും ചെയ്യാത്ത എത്രയോ ആളുകൾ നമ്മൾക്കിടയിലുണ്ടാവും. അങ്ങനെയുള്ളവർക്കാവട്ടെ ഈ ഒരു വീഡിയോ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊന്ന് ഇറങ്ങിയേക്കണം. ലഗേജ് ഉണ്ടോ, ഞാൻ ബാക്കിൽ ചുമന്നുകൊണ്ട് കിടക്കണം. ചച്ച ഹെൽമെറ്റ് ഊരിക്കോടാ. സിമ്പിള്. എന്റെ പുറം ഒരു വിധായി. അയ്യോ, ചച്ചുവിന്റെ കൈമറിയിച്ചിട്ടുണ്ട്. ചച്ചു നിക്കറക്കിട്ടാ വന്നത്. ശരി, ആൾക്ക് തണുത്തിട്ട് ഞങ്ങള് വലിയ പാൻറ്റൊക്കെ ആക്കി കയ്യിൽ ഗ്ലൗസ് ഇട്ട് എന്റെ കാലൊക്കെ ഒരു വിധായിട്ട്. ആ കാണുന്ന ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് നേപ്പാളിൽ നിന്നുള്ള ഒരു കപ്പിളാണ് കേട്ടോ. അപ്പൊ അവര് നമ്മളായിട്ട് സംസാരിച്ചു. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മളായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. അവർക്ക് ചച്ചനെ ഒത്തിരി ഇഷ്ടമായി. വീഡിയോയിലൊക്കെ നല്ലോണം ആക്റ്റീവ് ആവണമെന്നൊക്കെ പറഞ്ഞ് അവര് ഒരുപാട് സംസാരിച്ചു. നാരങ്ങവെള്ളം മതി തണുപ്പത്ത്. നാരങ്ങവെള്ളം ചച്ചിന് ചായ വേണ്ട. നാരങ്ങവെള്ളം കട്ടൻ പറഞ്ഞിട്ട് ചേച്ചു. കട്ടൻ വേണ്ടേ ഇപ്പൊ? കട്ടൻ വാങ്ങിത്തരടാ. ചൂടാർത്തേട്ടാ. മോൻ പാൽ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. അവൻ കട്ടൻ ചായ മാത്രമേ കുടിക്കുള്ളൂ. അതുകൊണ്ടാണ് അവന് കട്ടൻ ചായ വാങ്ങിയത്. ഷൂന്റെ ലേസ് കെട്ടിത്തരുന്ന ലേച്ചാൻ എവിടെ നോക്കി നോക്കട്ടെ. അതൊന്ന് പൊക്കി കെട്ടുകായിരുന്നെങ്കി എനിക്ക് ബാഗ് കെട്ടി വെച്ച് തന്നേ. പോവാന്നാ, കേറിക്കോ. വാട്ടർ ഫോൾസിൽ വെള്ളം അങ്ങനെ കുറവുണ്ടോ? അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിള്ളേർക്ക് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളായിട്ട് അങ്ങനെ നിൽക്കും. ടോയ്ലറ്റിൽ പോയി വന്നുണ്ട്. ചച്ച വണ്ടി തന്നെ നിൽപ്പുണ്ട്. ആ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ രാവിലെ 5:30 വന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ചായ കുടിച്ചതല്ലാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇത് നല്ല റെസ്റ്റോറൻ്റാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ ഇവിടെ കയറുകയാണ് കേട്ടോ. അപ്പം നമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മസാല ദോശയും ഞാൻ ചച്ചും പൂരി കഴിക്കണം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എത്ര യാത്രകൾ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ചെല്ലുമ്പോൾ മലകളും കുന്നുകളും താഴ്വരകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ തവണ കാണുമ്പോഴും അത് പുതുമയോടെയാണ് ഞാൻ നോക്കി കാണാറുള്ളത്. അപ്പൊ എന്താ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ ചച്ചുവിന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ചച്ചു അങ്ങോട്ട് നടക്കാണ്. പള്ളിവാസൽ എസ്റ്റേറ്റ് അടിപൊളിയല്ലേ? അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പള്ളിവാസൽ എസ്റ്റേറ്റിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതാ തേയിലത്തോട്ടത്തിന്റെ നടുക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയുടെ അവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഈ മൂന്നാർ എന്നുള്ള ബോർഡ് കാണുമ്പോൾ ഉള്ളിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഓ, ഇവിടേക്ക് കയറാനുള്ള തിരക്കാണല്ലേ ഇത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കുറെ കടകളാക്കാം. ഇത് ആ കോട്ടേജിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്ക്. നമ്മുടെ ഉദ്ദേശം വേറെ. നമ്മള് വട്ടവടക്കി കുതിര സവാരി. അയ്യോ, എനിക്ക് പേടി കാറിന് വരാൻ. നല്ല ക്യൂ ആണല്ലോ.
ദേവികുളം ഗ്രാമപഞ്ചായത്തിലേക്ക് പെടുന്നൊടുങ്ങി നല്ല ഓറിയുന്നുണ്ട്. എവിടെയാണ് അതിന്റെ ഉത്ഭവം? ബ്ലോക്കിന്റെ ഇതിനൊരു അന്ത്യമില്ല ദൈവമേ. ഫോർ വീലറായിട്ട് വന്നവർക്ക് നല്ല പണിയിട്ട് ബ്ലോക്കാം. ടോക്കൺ എടുക്കാൻ നിൽക്കണം. എന്താണ് അവിടെ ഇത്രയും തിരക്ക്? കുതിര ഇത് എലിഫന്റ് പാർക്ക്, ആനപ്പുറത്ത് സവാരി ചെയ്യാൻ. നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാം എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലേ ചേ? കണ്ടാ ഡാം പിന്നെയും ബ്ലോക്കായി. സൈഡിൽ പെട്ടുപോയി. ഇച്ചിരി കാലം ഗ്യാപ്പില്ല പോവാണെങ്കിൽ. എക്കോ പോയിന്റ് എത്തിയിട്ടുണ്ട്. അതാണ് ഇത്രയും തിരക്ക് കാണുന്നത് അല്ലേ? മുളക് വേണോ? എത്രയത്? ഇല്ല എന്റെ പൈസ എല്ലാവരും ഒച്ചുണ്ടാക്കിയല്ല, നമുക്ക് ഒച്ചുണ്ടാക്കി വയ്ക്കാല. എക്കോ പോയിന്റ് ആണെന്നല്ലേ പറയുന്നത്. ടിക്കറ്റ് എടുക്കും. എക്കോ പോയിന്റിലെ ടിക്കറ്റ് റേറ്റ് ഇതാണ് കേട്ടോ. ഓ എന്താ ടിക്കറ്റ് എടുക്കുന്നത്? ചച്ചു എക്കോ അടിക്കുമെന്ന് നോക്കാട്ടാ. ചച്ചു ആ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇതാണിപ്പോ എക്കോ പോയിന്റ് അല്ലേ? ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചച്ചു നല്ല മധുരമുണ്ടല്ലേ? അതാ പറഞ്ഞ ബാലൻസ്, മധുരം ബാലൻസ്. ആ ഗൈഡ് പറയുന്നു അവിടെ നിന്ന് ഒച്ചുണ്ടാക്കിയാൽ കറക്റ്റായ എക്കോ വരുമെന്ന്. നമുക്കൊന്നും ചെയ്ത് നോക്കായിരുന്നു. ഞാൻ കേട്ടില്ല. അയ്യോ സൗണ്ട് വരണ്ട് അച്ഛൻ്റെ ചച്ചന് നാണം. അപ്പൊ ഇവിടെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പിന്നെ കൊട്ടവഞ്ചി ഉണ്ട്, ബോട്ടിങ് ഉണ്ട്, അപ്പുറത്ത് രണ്ട് മറ്റേ പെഡൽ ബോട്ട് ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. കൊട്ടവഞ്ചിയില് അത് കഴിഞ്ഞിട്ട് എനിക്കാണോ തലകറങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എക്കോ പോയിന്റിലാണ് കേട്ടോ. ചുറ്റും നിറച്ച ആൾക്കാരുണ്ട്. സൗണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എക്കോ അടിക്കുന്നുണ്ടോ എന്നറിയാൻ. എനിക്ക് സൗണ്ടൊക്കെ പറയണമെന്നുണ്ട്. സൗണ്ടിൽ ഭയങ്കരമായിട്ട് ഒച്ചെടുക്കണമെന്നുണ്ട്. പക്ഷെ ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം ഞാൻ പറയാത്തില്ലെങ്കിൽ സുധീ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പറഞ്ഞിച്ചതിനോട് സുധീ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു.
വിളിപ്പിച്ചാ അങ്ങനെ ആരാ സുധി അല്ല ഞാൻ സുധീന്ന് വിളിക്കാം ചേട്ടനിങ്ങനെ കുട്ടി വിളിച്ചാൽ മതി അപ്പൊ നല്ല എക്കോ വരും. ജസ്റ്റ് ഒന്ന് വെറുതെ കയറിയാണ് പോണ വഴിക്ക് നമ്മുടെ ഉദ്ദേശം ഇതല്ല, നമ്മള് നേരെ വട്ടവടക്കാണ് വിടുന്നത്. വന്ന വഴിക്ക് നമ്മളിവിടെ കയറിയുന്നുള്ളൂ. കേറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. മെയിനായിട്ട് വേറെ ഒന്നുമില്ല. ആ എക്കോ അടിക്കുന്ന ഒരു ഇതുകൊണ്ട് പിന്നെ അത് ഈ കാണാനുള്ള ഒരു ഭംഗിയുണ്ട്. വെള്ളം നല്ല പച്ച കളർ വെള്ളം. പിന്നെ ബോട്ടിംഗ് ഒക്കെ ആസ്വദിക്കാം വന്നിരിക്കും. എക്കോണമി ശരിക്കും ഇതിൽ കേൾക്കാൻ പറ്റില്ല. ശരിക്കും എക്കോ അടിക്കുന്നത് നല്ല എക്കോ വരുന്നുണ്ട്. നമ്മൾ എന്തോ ഒരു ഭയങ്കര ഒരു എനർജി അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ പോലെ തോന്നുന്നു. ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ വട്ടവടക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. എക്കോ പോയിന്റിൽ നിന്ന് തിരിച്ചു പോണതിന് മുമ്പേ ഒരു പ്രാവശ്യം കൂടി വിശക്കണം എന്ന് പറഞ്ഞാ വിശക്കണം. വായല വെള്ളം വരെ വറ്റി. അപ്പൊ പൈനാപ്പിളിന്റെ പിന്നെ നല്ല ടേസ്റ്റ് ആണ് ആണോ ചേച്ചി? നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയപ്പോഴേക്കും തന്നെ നമ്മുടെ സിമ്മിന്റെ കണക്ഷനൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പോകുന്ന വഴിയിലെ വ്യൂ എല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഇനിയുള്ള വഴികൾ നേരെ ഒരു കൊക്ക പോലെയും മലഞ്ചെരുവ് പോലെയൊക്കെയാണ് കേട്ടോ. സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടുന്ന റോഡാണ്. റോഡൊക്കെ നല്ല നീറ്റ് റോഡാണ്, പക്ഷേ നമ്മൾ സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിക്കണം. കാരണം ഇനിയുള്ള റോഡുകളിൽ മുഴുവനും വളവും തിരിവും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ സൂക്ഷിച്ച് വളവ് തിരിഞ്ഞില്ല, ഓവർ സ്പീഡിലാണ് പോകുന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വന്നാൽ ഇടിക്കാൻ സാധ്യത കൂടുതലാണ്. വീണ്ടും നല്ല കട്ട ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കേട്ടോ വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റ്. നമ്മള് ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് കേട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോ നമ്മളോട് ആ ചെക്ക് പോസ്റ്റില് ഗാർഡ് പറഞ്ഞത് 5 കിലോമീറ്ററിനുള്ളിൽ കാടാണ്. അപ്പോ വണ്ടി അവിടെ ഒന്നും നിർത്താൻ പാടില്ല, അതുമല്ല 6 മണിക്കുള്ളില് തിരിച്ചു പോരണമെന്നും പറഞ്ഞു. അവിടെ എന്താണെന്ന് വെച്ചാണ് പുൽമേട്ടിൽ പ്രവേശിക്കരുത്. എന്താണാവോ ഇവിടെ നിർത്താൻ പാടില്ല അല്ലേ? എന്ത് ഭംഗിയല്ലേ, ചെറിയ കഴിഞ്ഞാ തോന്നണേ. ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ടൗൺ, വട്ടവട ടൗൺ. ഇതാണ് ഇവരുടെ മാർക്കറ്റാന്ന് തോന്നുന്നു. ഒരു തമിഴ്നാട്ടിലൊക്കെ ചെന്നപ്പോ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് അല്ലേ? പാട്ടും തമിഴ് പാട്ടും ഒക്കെ. കറക്റ്റ് തമിഴ്നാട് അല്ലേ? ഇതായിരിക്കും കോൺക്രീറ്റ് റോഡ്. നമ്മളിപ്പോ മലയിലേക്കാണ് ഈ കയറിപ്പോണത്. വിജനമായ കൊള്ളം പൊളി സ്ഥലം. ഇത് നോക്കിയേ, ഹോം സ്റ്റേയിലേക്കുള്ള വഴി. കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞിട്ടോ ഇല്ല അവിടെ വരുമ്പോഴേ വിചാരിച്ചു ഫോട്ടോ നിക്കുന്ന കാട്ടിലേക്ക് പോയാലിപ്പോ ഞാൻ കയറൂലേ? തള്ളി തന്നെ ഒന്ന് ചാണകം. എന്റെ ദൈവം, നിക്കണം നോക്കിയ കാട്ടില് വന്ന്. അവിടെ ഒരു ഇതിലുണ്ടായിരുന്നു. അങ്ങനെ നിന്നേ പിടിച്ചു നിന്നാണ് ബാഗും പൊത്തുകൂടി. ഞാൻ തന്നെ കയറിപ്പോക്കോ നോക്കിട്ടാ. ടച്ചു എന്റെ ലേസ്, ഷൂവിന്റെ ലേസൊക്കെ അഴിഞ്ഞു. ഞാനേ പതുക്കെ നടന്ന് കയറാൻ നോക്കാം. അമ്മ സത്യം പറയാലോ എന്റെ കൈയും കാലൊക്കെ വിറച്ചിട്ട് വയ്യ. അവരെന്തോ പാർട്ടിയുടെ പിരിവിന് വേണ്ടിട്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞാ ചേട്ടനാ ഹെൽപ്പ് ചെയ്ത് തന്നെ ആ ഏറ്റവും ബാക്കി പോണത്. ഇത് കണ്ടോ,
ഞങ്ങൾ കയറി വന്ന കയറ്റം. നോക്കി ചുറ്റും കുത്തനെയുള്ളൊരു കയറ്റം കണ്ടോ. വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് മനസ്സിലാവില്ല. കയറട്ടെ. എൻ്റെ ദൈവമേ, പേടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേടിയുണ്ടോ? എൻ്റെ കൈയൊക്കെ വരച്ചോണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഇങ്ങനെ തിണ്ട് പോലെ ഉള്ളത് കാരണം അവിടെ പോയി ഇടിച്ചു തന്നെ. നോക്കി, ഒറ്റ മനുഷ്യരില്ലേ ഈ ഏരിയയില്. ഈ വഴി തന്നെയല്ലേ കയറിപ്പോയത്. ഒറ്റയ്ക്കാണ് ഞാൻ. ഓ, സ്ഥലത്തി. ഇതാണ് ഇവരുടെ എൻട്രൻസ്. എന്റെ വിറവലി ദൂരം മാറിയിട്ടില്ല. അയ്യോ, നെഞ്ചിടിച്ചിട്ട് പാടില്ല. ഷൂവിന്റെ ലേസ് കഴിഞ്ഞു. ഇനി ഈ സ്റ്റെപ്പ് കയറി മോളിൽ ചെല്ലണം, റൂമൊക്കെ നോക്കാൻ വേണ്ടിട്ട്. അയച്ചാനും ചച്ചും കൂടി കയറി പോവാണ്. മരത്തിന്റെ കമ്പ് വെച്ചാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കണേ. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം ഇനി മര്യാദയ്ക്കൊന്ന് കയറി ഇറങ്ങാൻ. എന്റെ ഇത് ഓക്കെ. ഇനി മോളിൽ കയറണോ? എന്റെ പുറകില് നിങ്ങക്ക് കാണാൻ പറ്റുന്നേ എത്ര ഉയരത്തിലാ നമ്മള് വന്നേക്കണേന്ന്. ഭയങ്കര കാറ്റാണ്. അപ്പൊ ഇതാ കണ്ടോ, ഇത്രയും താഴ്ചയുള്ള സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോ മുകളിൽ ഏറ്റവും ടോപ്പ്, ഇതാണ് ഇതിന്റെ ടോപ്പിലേക്ക്. ഇനി അവിടെ നിന്ന് ഭയങ്കര ഒരു മല പോലെയാണ്. അപ്പൊ നമ്മുടെ ലഗേജ് ഒക്കെ മുകളിൽ റൂമിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അത് ഈ കാണുന്ന മലബാർ റെസ്റ്റോറൻറ്റിലാണ് നല്ല ഫുഡ് കിട്ടാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. വീണ്ടും ലേസ് കെട്ടിത്തരുന്ന ലേച്ചായിരുന്നു. ഇവിടെ ഏകദേശം ഫുള്ളാണ്. ഇവിടത്തെ മെനു ആണ്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് ബിരിയാണിയാണ് ഞങ്ങൾ 3 പേരും കഴിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സ്ട്രോബെറിയുടെ ഫാമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി പറിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ഇങ്ങനെ കുറേ ആൾക്കാർ പോകണം കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയത്. നമുക്ക് പോയി നോക്കാം, എന്ത് നോക്കാം. ഫസ്റ്റ് ടൈമാണ് സ്ട്രോബെറി നമ്മൾ ഫാം കാണാൻ പോകുന്നത്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല സംഭവം. കഴിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട്. സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടെന്നല്ല, സ്ട്രോബെറി ഫാമിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനൊരു ഇടവഴി കൂടിയാണ് നമ്മൾ പോണത്. ആ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോണത്. ചച്ച് നടന്നു പോണ ഈ വഴി കൂടിയാണ് പോണത്. ഇവിടെ ഫുള്ള് കൃഷിയാണ്ട എല്ലായിടത്തും. നമ്മൾ താമസിക്കണത് അതിൻ്റെ അപ്പുറത്തെങ്ങാണ്ട് പോകണം. ആ കോട വന്നേക്കുന്ന സ്ഥലത്താണ് നമ്മുടെ. ഇവിടെ ഫുള്ള് കൃഷിയാണ്. ക്യാബേജ്, ഉള്ളി, സവാള, ആ മല്ലിയില, ക്യാബേജ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ പുതിയ കൃഷി ചെയ്യാൻ വേണ്ടി കിളച്ചിട്ടേക്കാണ്. ആ, ഉഴുതിട്ടേക്കണം. ഞാൻ 2 ദിവസം അങ്ങനെ ഉഴുതിട്ടുണ്ട്. ആ ആ, ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. കോടയ്ക്ക് തന്നെ ഇറങ്ങി നിൽക്കുന്നു. പൊട്ടിക്കാമോ? കഴിക്കാൻ പറ്റല്ലേ? ഇത് എത്ര നാളുകൊണ്ട് ഉണ്ടാവുന്നത്? 80 അല്ലേ? ഇവിടെ ഫുള്ള് സ്ട്രോബെറി ഫാം ഉണ്ടോ? അതെ, പൊട്ടിക്കാമോ? നല്ല നല്ല ചേട്ടാ വിഷം അടിച്ചതല്ലോ. ജൈവ കൃഷിയാണ്. ഓക്കെ, വിഷമൊന്നും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ. നോക്കട്ടെ, ഞാനിത് ഫസ്റ്റ് ടൈം കണ്ടിട്ട് ഇങ്ങനെ ലൈവായിട്ട് കഴിക്കാൻ പോണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമുണ്ട്. അതിലൊരു പുളിപ്പൂ. ഏകദേശം എല്ലായിടത്തും ഉണ്ടായിക്കണ. ഇടക്കിടക്ക് പഴുത്തതൊക്കെ ഇങ്ങനെയുണ്ട്. അതെ, നടിയിലൊക്കെ പഴുത്തുണ്ടായി കിടക്കണുണ്ട.
ആ മധുരമുണ്ട്. നല്ല നല്ല രസമുണ്ട്. ചെറിയ പുളിപ്പൊക്കെ ആയിട്ട് നല്ല. ഞാനിത് ആദ്യമായിട്ടാ കഴിക്കണേ. ഇതൊക്കെ പൊട്ടി അധികം പൊട്ടിക്കണ്ട, ആവശ്യത്തിന് മതി. ആവശ്യത്തിന് മതി. നല്ല പഴുത്തത്. അതിന് അടുത്ത ആൾക്കാർ വരുമ്പോ കാണാവുള്ളൂ. ഇപ്പൊ ഇന്ന് ഇവരിപ്പോ വിളവെടുത്തു എന്നാ പറഞ്ഞ ചേട്ടൻ. പിന്നെ നാളെ ഈ പാകമായിട്ട് നിക്കണതില്ലേ, പകുതി പഴുത്തത് നാളെ ആവുമ്പോഴേക്കും ഇനി ഇത് മുഴുവൻ നന്നായിട്ട് പഴുത്തിരിക്കുന്ന പറഞ്ഞു. ഇവിടെ ഉള്ളവര് മുഴുവൻ കൃഷിയാണല്ലേ ചെയ്യണേ. ഇതെന്താ ക്യാറ്റല്ലേ? അതും വേണം കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവണത്. മല്ലിയ മതി. പറഞ്ഞ ക്യാറ്റ്. ഞാന് ഫസ്റ്റ് ടൈം. ഇത് ക്യാരറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ എന്താണ് വെച്ചേക്കണേ? ഇതും ഈ സൈഡിലുള്ളതൊക്കെയോ? അത് ഗ്രീൻ ബീൻസ്, പച്ചപ്പട്ടാണി. ഗ്രീൻ പീസ്. ഓക്കെ. ഇതൊക്കെ ഗ്രീൻ പീസ് ആണ് ഈ സൈഡിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കണത്. അവിടെ ക്യാബേജി അല്ലേ? അപ്പുറത്ത് സ്ട്രോബെറി. സ്ട്രോബെറി അങ്ങനെ നീണ്ടടക്കണ്ട. ഇതെല്ലാം ചേട്ടന്റെ ആണോ? ക്യാബേജ് ഒക്കെ ഉണ്ടായിക്കാണ്. ഇവിടത്തെ ക്യാബേജ് ഇത്ര വലിപ്പം വെക്കുള്ള? ഇത് വേറെ ക്വാളിറ്റിയാ. ഇത് വേറെ ക്വാളിറ്റി. ഇത് ടേസ്റ്റ് കാണും. മഹാറാണിന്ന് ഒരു ക്യാബേജ് ഉണ്ട്, ഇത്ര സൈസ് വരും, വലുത്. അത്ര ടേസ്റ്റും ഇല്ല. ഇത് നല്ല ടേസ്റ്റ് ആണ്. പുഴുവിന്റെ ശല്യം ഉണ്ടോ ഇവിടെ? ഫുള്ള് ക്യാബേജ് ആണ്. മരുന്നടിക്കില്ലല്ലോ, അതുകൊണ്ടാ പുഴു മേളത്തെ. ഈ രണ്ട് കുഴപ്പമില്ല. ഇപ്പൊ വിഷം അടിച്ചാല് പുഴു കേറില്ല, കാണും. ഇതിപ്പോ വിളവെടുക്കാറായി. അപ്പൊ ക്യാരറ്റ്, സ്ട്രോബെറി, ഗ്രീൻ പീസ്, മല്ലി, ക്യാരറ്റ് ഇതൊക്കെയാണല്ലേ? ക്യാബേജ്. പിന്നെന്താ? സൂര്യകാന്തിയോ? സൂര്യകാന്തി. പിന്നെ പേരയ്ക്ക. പേരയ്ക്ക എങ്ങനെ വലിയ മരമാണോ അതോ ചെറിയ? അപ്പൊ അപ്പുറത്ത് പേരയ്ക്ക ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞി ചെടിയുമേ പേര ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ആ ചേട്ടൻ കഴിച്ചോളാനൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അത് നാളെ വില കൊടുക്കാനാണ്. ഇത് ഒറിജിനൽ സ്ട്രോബെറി. അതെ, ഇത് ഒറിജിനലാണ്. ഒറിജിനൽ. അപ്പൊ അതാ മറ്റേ അത് ഹൈബ്രിഡ് ആണ്. അതാണല്ലേ അത് ഇങ്ങനെ ഗ്രോ ബാഗ് കവർ ചെയ്ത. ഇത് പ്ലാസ്റ്റിക് ഇടണം. ഷീറ്റ് ഇടണം വലുതായിട്ട്. അത് ചെറിയ പഴം വന്നാലും ടേസ്റ്റ് ആണ്. വൈനക്കോ ജാമക്കോ ഇതായി എടുക്കണത്. നമ്മുടെ വൈനൊക്കെ വെക്കണ്ട. സൂര്യകാന്തിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ലാഭമുണ്ടോ? ലാഭമുണ്ട്. അപ്പൊ സൂര്യകാന്തി ഇത്രേ ഉള്ളൂ അല്ലേ സൂര്യകാന്തി ഉണ്ടായിക്കുന്നത്? ഇത് പൂവുകള് നമ്മള് വിൽക്കുവോ? അതോ ഓയിലില്ല. ഇത് കീടാണ്. ഇത് വരാറില്ല കീടങ്ങൾ. അതെ, ഈ സ്ട്രോബെറിയിൽ ആകർഷിക്കാൻ വേണ്ടി കീടങ്ങൾ വരുമ്പോ സൂര്യാന്തരം മണം ഇത് കണ്ട് അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിട്ടാണ്. ഇത് നിറച്ച് ഡാലിയ ഈ പൂവ് ഉണ്ടായിരുന്നു. ഡാലിയ. ഇതിന്റെ വിത്ത് കിട്ടുമോ? അത് കിളങ്ങ്. ഇത് മുഴുവനും ഡാലിയ. ഇനി ഒരു മാസം കാണിച്ച് ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയിൽ ഭയങ്കര താല്പര്യം. ഞാൻ വീട്ടില് അമരപ്പയറൊക്കെ ഇങ്ങനെ നട്ടിട്ട് കൊറേ ഉണ്ടായി. ഇവിടെ ഫുള്ള് കണ്ട സ്ട്രോബെറിയാണ് ഫുള്ള്. ക്യാബേജ്. ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് ചെയ്യുന്നതാണോ അതോ ചേട്ടന്റെ സ്ഥലം? ഇത് കരിമ്പ്. ഇത് കരിമ്പ്. ഇനി പേരയ്ക്ക എവിടെയാ? എല്ലാം കളിഞ്ഞു. ഇത് പിന്നെ മുറിച്ചു വിട്ടു. പിന്നെ ചേർത്ത് കരിഞ്ഞു വരാം. ഇതുവരെ ഈ ഹൈറ്റ് വെക്കുള്ളൂ. മുറിക്കണം. മുറിച്ച് വെക്കിടും. അതെന്താ പറയണത്? ഇത് സീതപ്പഴം. 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 അത് അവക്കോട. അവക്കാടോ. നമ്മുടെ ഇവിടെ ഉണ്ടാവും. അങ്ങോട്ടൊക്കെ ഉണ്ടോ പേരക്ക?
പേരമരം ഇങ്ങനെ വെട്ടി നിർത്തിയിട്ട് ചില്ലകൾ വരുമ്പോഴാണ് പിന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ വന്ന് ഇങ്ങനെ നിറച്ചിണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കാം. ഉള്ളിൽ അങ്ങനെയാണ് ചുമപ്പ് കളറാണ് പക്ഷെ പഴുത്തത് വേറെ ഉണ്ട് കാണാം. മതി മതി അധികം വേണ്ട. ഇനി അടുത്ത വരവിന് ആൾക്കാരെ കാണിക്കണ്ടേ. ഇത് പാഷൻ ഫ്രൂട്ട് അല്ലേ? അത് വേറെ ഇലയല്ല ഞങ്ങളുടെ അവിടെ. വൈലറ്റ് ആണല്ലോ. വൈലറ്റ് കളറായിക്കോല്ലേ? ഞങ്ങളുടെ അവിടെ ഒക്കെ വേറെ കളറാണ്. എന്താ പാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കി കിടക്കണം. ഇതിനടിയിലൊക്കെ വൈലറ്റ് കളറാണ് കുറെ ഉണ്ടായിരുന്നു. കാപ്പിക്കുരു വീട്ടിലുണ്ടായിരുന്നു. കാപ്പിക്കുരു അല്ല കാപ്പിക്കുരു എന്തിനാണ്? പാഷൻ ഫ്രൂട്ട് അല്ലേ? പാഷൻ ഫ്രൂട്ട് പഴുത്തിറക്കാൻ പറഞ്ഞു. പാഷൻ ഫ്രൂട്ട് പഴുത്തത് അതിന്റെ സൈസിലും വ്യത്യാസമുണ്ട്. വ്യത്യാസം വലിപ്പവും ഷേപ്പിലും വ്യത്യാസം. ഞങ്ങളുടെ ഇവിടെ നല്ല റൗണ്ടില് ബോള് വലിക്കും. നല്ല ഗ്രീൻ കളറാ. അതില് ചെറിയ ചെറിയ പുള്ളികൾ വരും. ഇപ്പൊ ഈ കളർ ഞാൻ വീട്ടിലാണ്. ഇത് വേറെ പഴുക്കാനത്ത് ഇങ്ങനെ ആവൂലേ? ഇതിന്റെ ഉള്ളിലുള്ളതെല്ലാം സെയിം ടേസ്റ്റ് അല്ലേ? പുളിപ്പല്ലേ? പുളിപ്പല്ലേ? ഇത് മാത്രം കാണും. ഇതാ പൊട്ടിച്ച് കളിച്ചു നോക്കാം. പതുക്കെ പതുക്കെ പൊടിച്ചാൽ മതി. പതുക്കെ മേത്താവല്ലേ? അത് തട്ടിക്കളയിച്ചേ. അതിന്റെ സൈസിൽ വ്യത്യാസല്ലേ? അല്ലേ? നമ്മുടെയൊക്കെ അവിടെ പാഷൻ ഫ്രൂട്ട് വായ വെക്കാൻ പറ്റില്ല. പൊടിച്ചു എന്തൊരു മധുരം. ഇതിന്റെ തയ്യല്ലേ നട വള്ളി? അച്ഛനും വേണോ? കഴിച്ചു ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി. അതിലല്ലേ? പുള്ളിക്കാരനെ കഴിച്ചേക്കണേ. ഞങ്ങളവിടെ പുളിയുള്ളതാണ്. അതാണ് വെള്ളത്തിൽ കലക്കിയ കഴിച്ചാണ്. അപ്പൊ 3 പേരക്ക പാഷൻ ഫ്രൂട്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നല്ല നല്ല മധുരം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മധുരം ഉള്ളത്. എല്ലാം മധുരമാണ്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന സ്ട്രോബെറി. എന്തൊരു മധുരം. ഇവിടെ ഇപ്പൊ കൂടുതലും ഈ കേടുപാടുകളൊക്കെ ഈ ക്യാബേജിന് വന്നേക്കണം എന്ന് പറഞ്ഞാൽ മരുന്നടിക്കാത്തോണ്ടാണ് കേട്ടോ. ജൈവവളം മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇവിടത്തേക്ക ഇവിടെ കൂടുതലും കൃഷിക്കാരാണ്. വേറെ ജോലികളൊന്നും ഒരു ചെയ്യണം. കൃഷി തന്നെയാണ്. തുളസി, സ്ട്രോബെറിയുടെ ഇവിടെ ഉണ്ടാക്കണ്ട. വേറൊന്നും ചേർക്കാത്ത. പിന്നെ ചേർക്കുന്നത് തേനും ചേർക്കും. ചെറുനാരങ്ങ ചേർക്കും. ഇതൊന്നും നമ്മുടെ അവിടെ വരുന്നില്ലല്ലോ. സ്ട്രോബെറിയുടെ ജാമൊന്നും. സ്ട്രോബെറിയുടെ വൈനാണ്ട്. ചെറിയ പുളിപ്പുള്ള ഒരാൾക്ക് വലിയ താല്പര്യം. തിരിഞ്ഞ് ചേൻ പിടിച്ച് കുടിക്കും. ഫിനിഷ്. ജാം എടുത്തോ. ഇപ്പൊ എത്രയും മൊത്തം? ക്യാരറ്റ് എത്ര ടൈം കൊണ്ടാണ്? 3 മാസം. 3 മാസം അല്ലേ? ചച്ചു പറിച്ചോ. ഓരോ കടയായിട്ട് പറിച്ചു. കുടഞ്ഞെടുക്ക്. നോക്കട്ടെ. ഓരോന്നിന് അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ? ക്യാരറ്റ്. പിന്നെ ഏതാ? ഇതാ. പിന്നെ ഇത് കൂട്ടത്തില്. ഇത് കഴുകിയെടുക്കുമ്പോൾ അതിന്റെ ഭംഗി വരുള്ളൂ. കൊണ്ടുപോയി ചച്ച ഒരുമിച്ച് വെക്കും.
അങ്ങനെ ക്യാരറ്റ്. ഇവിടെ നിൽക്കണ മുഴുവനും ക്യാരറ്റ് ആണ്. അത് കാട്ടുപട ഇത് അത് ഗ്രീൻ ബീൻസ്. ഗ്രീൻ പീസ്, അത് ഗ്രീൻ പീസിന്റെ കൃഷിയാണ് ഫുള്ള്. അതിന്റെ അപ്പുറത്ത് കോക്കെ, അത് അത് കാട്ടുപടവല. കാട്ടുപടവല. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണ് അപ്പൊ? ഇതിന്റെ വീട് മേളിലാണ്. ഈ പറമ്പില് നമ്മൾ കൊല കുത്തി നിറച്ചുണ്ടായി. ഇത് മൊത്തം ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് നമ്മുടെ ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ അത് തുറന്നു കഴിഞ്ഞാൽ ഗ്രീൻ പീസ് ആവും. പക്ഷെ നമ്മളിപ്പോ തുറക്കുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ അവരുടെ അവിടെ ഇങ്ങനെ ചേച്ചി എന്തോ തെല്ലുന്ന കണ്ടു. ഈ പരമ്പി കൂടി തന്നെ പോകും. കിടക്കല്ലേ എല്ലാത്തിനും സെന്ററിൽ കൂടി കിടക്കണം. ഇതിന്റെ ഇടയിലൊക്കെ ഇതിന് ഓരോ നട്ടയ്ക്കാണ്. കണ്ട ഗ്രീൻ പീസ്, അമരപ്പയർ. ഈ അമരപ്പയറാണ്ടത്, അമരപ്പയർ, ഉള്ളി, ഉള്ളി കൃഷി, ക്യാബേജ്. ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് അല്ലേ? പക്ഷെ ഇത് ഗ്രീൻ പീസ് ആണോ? ഇല്ല, അതല്ല. പയറ് ഗ്രീൻ ബീൻസ്. ഇത് ഞങ്ങളിത് തള്ളിക്കൊണ്ടിരിക്കണ ചോദിച്ചത് എന്താന്ന്. അതെ ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസ് കറി വെക്കാൻ നല്ലതാ. ഞാൻ ഓർത്ത് എന്തെന്നാണോ ഈ തള്ളിക്കൊണ്ടിരിക്കണേന്ന് വിചാരിച്ചു. അതാണ്. ഇതൊക്കെ ചേച്ചിയുടെ സ്ഥലം? ഇല്ല, ഇത് വേറെ ആൾക്കുള്ളത് വാങ്ങി പോടുന്നു. പാട്ടത്തിനെടുത്ത്. ചായ കുടിക്കുതാ? ഇല്ല, കുടിച്ചോ? ചായ ഇല്ല, കുടിച്ച് കിടന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടിറങ്ങി. പോട്ടെ എന്നാ നമുക്ക് പോവാലോ. അപ്പൊ നമ്മള് കൃഷി സ്ഥലത്തുനിന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മള് സ്ട്രോബെറി കൃഷിയൊക്കെ കണ്ടു, ക്യാരറ്റ് കൃഷി കണ്ടു, ഗ്രീൻ പീസ്, എന്തൊക്കെയല്ലേ കണ്ടത്. ഉള്ളി, സവാള, ഉള്ളി, സവാള ഇതെല്ലാം കണ്ടു. ഫ്രഷ് ആയിട്ട് കഴിക്കുകയും ചെയ്തു. സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ലൈവായിട്ട് കഴിക്കാൻ പറ്റി. കഴിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി. അതെ, ഇവിടെ റൂമിലേക്ക് പോകാൻ. നീ ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. അപ്പൊ ഞങ്ങളുടെ ഐഫോണിന്റെ ചാർജ് തീർന്നു പോയി. അത് കാരണം പോക്കോയിലാണ്. അത് കാരണം നമ്മുടെ പഴയ ഫോണായ പോക്കോ ഫോണിലോട്ട് നമ്മൾ തിരിച്ചു വന്നേക്കാണ്. അപ്പൊ ചെറിയ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളിതാ 1 കിലോ നല്ല ഫ്രഷ് ക്യാരറ്റും പിന്നെ സ്ട്രോബെറിയുടെ ജാമും ആ ചേണ്ടേന്ന് വാങ്ങിച്ചു. അങ്ങനെ 100 രൂപ ആയിരുന്നില്ലേ ജാമിന്? 100 രൂപ ജാം. നല്ല അടിപൊളി ജാം. അടിപൊളിയാണ് കേട്ടോ ജാം, സൂപ്പർ. നല്ല പ്രത്യേക ടേസ്റ്റ്. സ്ട്രോബെറി മതി. സ്ട്രോബെറിക്ക് പ്രത്യേക ടേസ്റ്റ്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടാക്കണോണ്ടാവും. ഞാൻ മുമ്പ് കഴിച്ചേക്കണ ഈ മധുരം ഇങ്ങനെ കിട്ടിയല്ല. പിന്നെ പാഷൻ ഫ്രൂട്ടും നല്ല അടിപൊളി സാധനം. പിന്നെ സൂര്യാന്തര വിത്തും മേടിച്ചിട്ടുണ്ട്. അത് അമ്മച്ചിക്ക് വേണ്ടി സൂര്യാന്തര വിത്തും മേടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാൻ പറ്റി. ചേട്ടൻ ഒറ്റക്ക് വിളിച്ചിട്ട് പോയതാണ്ടോ. അതായത് വേറെ ടീം കുറച്ച് പേരുണ്ടായി. കുറെ പേര് ബഹളവും ഒച്ചപ്പാടൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു. നമുക്ക് വേണ്ടതും അതായിരുന്നു. ഇപ്പൊ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ കൃഷിക്കാരുടെ ഏരിയ ഉണ്ടോ. അതായത് ഇവിടെ വീട് ഇവിടെ ടോപ്പിൽ തന്നെയാണ്. അതായത് ഇവിടെ ഈ ചേട്ടന്റെ സ്ഥലം തന്നെയാണ്. ഇവിടെയൊക്കെ മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. മോളില് കാണുന്ന സ്ഥലം അവിടെയാണ് ആ ചേട്ടന്റെ വീടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനല്ലോ. ഞങ്ങൾക്ക് ചേട്ടന്റെ വീട്ടിലും പോയിക്കണം വരായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടൻ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്നൊക്കെ പറഞ്ഞ് വിട്ട് കാണും. അപ്പൊ നമ്മുടെ റിസോർട്ട് വന്നത് ആ ടോപ്പിലാണ് കേട്ടോ, ഏറ്റവും ടോപ്പിലാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ, അതായത് എനിക്ക് തോന്നുന്നു വട്ടവടറ ഈ ഒരു ഏരിയയില്ലേ, ഈ ഏരിയ മുഴുവൻ നമുക്ക് നമ്മുടെ അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ സ്ട്രോബെറി വേണമെങ്കിൽ എന്താ കിലോന് 600 രൂപ എന്നല്ല പറഞ്ഞു. 600 രൂപയെന്ന് പറഞ്ഞു. സ്ട്രോബെറി 600 രൂപക്ക് മേടിക്കണ്ടായിരുന്നുണ്ടായില്ല, അതിനെ മേടിച്ചില്ല. അപ്പൊ വീഡിയോ പിന്നെ കാണാം. അങ്ങനെ ഞങ്ങൾ ഫാമിൽ നിന്ന് നേരെ പോയത് റൂമിലേക്കാണ് കേട്ടോ. റൂമിൽ ചെന്നൊന്ന് ഫ്രഷ് ആയപ്പോഴേക്കും സന്ധ്യയായി. പിന്നെയുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. റൂമിനടുത്തുള്ള വ്യൂ മാത്രം കാണിച്ചാൽ പോരല്ലോ, അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇച്ചാനതാ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ഭംഗിയിലാണ് കേട്ടോ എല്ലാ ലൈറ്റ്സും സെറ്റ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഞാൻ നെൽച്ചക്ക് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ആ വലിയ കേക്ക് ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ കിട്ടിയത് ചെറിയ കേക്കാണ്. അപ്പൊ ചെറിയ കേക്ക് വെച്ച് ഞാൻ ഇന്ന് 12 മണിക്ക് ആയപ്പോ കറക്റ്റ് ആയിട്ട് ഞാൻ നെൽച്ചക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി. എടി അപ്പൊ ഞങ്ങളുടെ അടുത്ത റൂമിൽ താമസിക്കുന്ന കുറച്ച് പിള്ളേരായിരുന്നു. അവര് ഈ പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് നിൽക്കായിരുന്നു ഞങ്ങൾ ഉറങ്ങുന്ന ടൈമിൽ. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ഈ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചച്ചു വേണീറ്റ്. അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു. അപ്പൊ അവര് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഞങ്ങള് സത്യം പറഞ്ഞ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇച്ചാനൊക്കെ തണുത്തിട്ട് ഇച്ചിരി അമ്മക്ക് അമ്മേടി ഇവിടെ ഇപ്പൊ രാത്രി ആയപ്പോ തണുത്തിട്ട് ഒരു രക്ഷയില്ല. വൈകുന്നേരം ആയപ്പോ തുടങ്ങി ഓടാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. പുറത്തോട്ട് ഇറങ്ങിയാൽ നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ റൂമില് ഇത് തീരെ അടുത്തേക്കുമ്പോഴാണ് നല്ലൊരു ആശ്വാസം കിട്ടുന്നത്. ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടും പെട്ടെന്ന് തണുപ്പ് പോയി ഐസ് പോലായി പോയി. അവിടെ നിന്ന് വന്നിട്ടേ നേരെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഞങ്ങള് നേരെ 3 പേരും കൂടി തണുത്തിട്ട് രക്ഷയില്ല. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. ഭയങ്കര തണുപ്പ്. കാല് താഴെ കുത്താന്ന് നിർത്തിയില്ല, അത്രയും തണുപ്പ്. വെള്ളത്തിനാണെങ്കിൽ അതിലും വലിയ തണുപ്പ്. അങ്ങനെ മൊത്തത്തിൽ തണുപ്പായിരുന്നു. അത് തന്നെ. ഇപ്പതേ പുറത്തോട്ട് ഇറങ്ങിയത് തന്നെ ഈ തീയൊന്ന് കായാൻ വേണ്ടിട്ടായിരുന്നു. പുറത്തോട്ട് ഇറങ്ങാനൊന്നല്ല. മൂന്നാറ് വരണന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. വന്നിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇന്നത്തെ ക്യാമ്പ് ഫയറോടുകൂടി ഇന്നത്തെ രാത്രിയിലത്തെ പരിപാടി അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നാ നമുക്ക് കിടന്നുറങ്ങാം അല്ലേ? ചച്ചു ഉറങ്ങാം വേണ്ടേ? അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലുള്ള മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാന്നറിയോ? ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്ത് ഭംഗിയാ കാണാനായിട്ട്. അത് മാത്രല്ല നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് 3 പേരും കൂടി രാവിലത്തെ ആ വ്യൂ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുകയും ചെയ്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ ഒത്തിരി എൻജോയ് ചെയ്തു ആ ഒരു മൊമെന്റ്. നമ്മൾ സ്റ്റേ ചെയ്ത വിസ്റ്റ വട്ടവഴിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതാ നല്ല ഇഡ്ഡലി സാമ്പാറുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട്, തേങ്ങാ ചട്നി. അപ്പോൾ 10th വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് ചാൻ എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു, ഇങ്ങനെ 10th വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചാൻ മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ചാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗിഫ്റ്റിൽ ഒതുങ്ങി പോവും. അപ്പൊ മറക്കാനത് ഓർമ്മയായിട്ട് നിൽക്കണം. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും ടോപ്പിൽ ഏറ്റവും ടോപ്പിലൂടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചച്ചുവിന് ഇഷ്ടപ്പെട്ട? ചച്ചു ഇവിടെ നിന്ന് പോകണ്ടെന്നാ പറയുന്നത്. പിന്നെ ഇവിടെ ഫുഡിന്റെ കാര്യം പറഞ്ഞു. ഫുഡ് നമ്മള് ഇവിടെ സ്റ്റേ ചെയ്തത് 2 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഇവിടെ മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കഴിച്ചു, വട്ടവട ടൗണുള്ളത്. അത് തന്നെ. അപ്പോൾ രാത്രിയിലത്തേക്കും മോർണിംഗിലത്തേക്കുള്ള ഫുഡാണ് ഇവര് അറേഞ്ച് ചെയ്ത് തരാം. രാത്രിയിലത്തെ ഫുഡ് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പക്ഷെ നമ്മളത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമതെ ഭയങ്കര തണുപ്പായിരുന്നു രാത്രി. പുറത്തിറങ്ങി കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കൊണ്ട് പുറത്തിറങ്ങാനേ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കഴിച്ചു പോയി. നല്ല ഫുഡായിരുന്നു. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചട്നിയും ആയിരുന്നു. അതും നല്ല അടിപൊളി ഫുഡായിരുന്നു.
ഇനി അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതാ ഇപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇനി ചുമ്മാ കറങ്ങാൻ എല്ലായിടത്തും ഉണ്ടാ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. ഇതുവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ വന്നവരുടെ എക്സ്പീരിയൻസ് മൂന്നാർ വട്ടവടയിൽ വന്നവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ.